പ്രിയപ്പെട്ടവരെ, എണ്ണമറ്റ തൊഴിലാളി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് ലോറൻസ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളമാകെ അറിയപ്പെടുന്ന തൊഴിലാളി നേതാവായി അറിയപ്പെടുകയും തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണകാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ധീര സഖാവായിരുന്നു സഖാവ് എം ലോറൻസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം നമുക്കറിയാം, നമ്മുടെ ലോറൻസിൻ്റെ മകൾ ഒരു RSS അനുഭാവിയാണ് എന്നും അദ്ദേഹത്തിൻ്റെ മകൻ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും സഖാവിൻ്റെ മൃതശരീരം വൈദ്യപഠനത്തിനായി സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതുപോലെ വൈദ്യപഠനത്തിന് കൊടുക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ മകനെ അറിയിക്കുകയും അതുപോലെ തന്നെ സഹോദരനൊക്കെ അറിയിക്കുന്ന കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിനിടയിൽ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ പെരുമാറിയത്. പിന്നീട് രാത്രി ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ചർച്ച കാണുമ്പോൾ എന്ത് അസഹനീയമായിട്ടാണ് അവരുടെ മകൾ ആശ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമ്മുടെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അരുൺകുമാറിനോട് സംസാരിച്ചിട്ടുള്ള രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചോദ്യങ്ങൾ ചോദിക്കുന്ന അരുൺകുമാറിനോട് നിങ്ങളുടെ പിതാവിൻ്റെ മരണശേഷം ഇത് കൊടുക്കുമോ, അങ്ങനെ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന അരുൺകുമാറിന് വിഷമമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ ആ ചർച്ചയുടെ ഒടുവിൽ അരുൺകുമാർ വ്യക്തമാക്കുകയാണ്, നിർഭാഗ്യവശാൽ തൻ്റെ പിതാവ് മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പോഴും പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ യാതൊരു ഉളുപ്പുമില്ലാതെ ചോദിക്കുകയാണ് ഈ സ്ത്രീ, നിങ്ങളെ ഇതുകൊണ്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ മരിച്ചത് കൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് എന്നോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന രീതിയിൽ വളരെ മോശമായിട്ടാണ് ഈ ആശ എന്ന് പറയുന്ന സ്ത്രീ ഇന്നലെ പെരുമാറിയത്. ആ ചാനൽ ചർച്ച കണ്ട എല്ലാവർക്കും മനസ്സിലാവും ആ സ്ത്രീയുടെ നിലവാരം എത്രത്തോളമാണ് എന്നുള്ളത്. ചാനൽ ചർച്ച കണ്ട എല്ലാവർക്കും, റിപ്പോർട്ടർ ചാനലിലെ ഇന്നലത്തെ ഡിബേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ആശ എന്ന് പറയുന്ന സ്ത്രീയുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ചർച്ച കാണുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നന്ദി.